നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നമ്മൾ തെരഞ്ഞെടുപ്പ് ആണ്. ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇനിയാണ് പുതിയ ആൾക്കാരുടെ ഭരണം കിട്ടാത്തവരുടെ എതിർപ്പ്, ഇതൊക്കെ വരാൻ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ നാടിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നാട്ടുവട്ടത്തെ സംബന്ധിച്ച് കേരളത്തെ മുഴുവൻ നമുക്ക് അവരുടെ പുരോഗതിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇതിന് നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് എന്തെല്ലാം പുതിയ വികസനങ്ങൾ ഉണ്ടാകണം, നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നമ്മുടെ നമ്പറിലേക്കും അതിനകത്ത് കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു പറയാം. നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ മന്ത്രിയുടെ മുമ്പിലേക്ക് നമുക്ക് വലിയ ഒരു പ്രോജക്റ്റായിട്ട് സമർപ്പിക്കാം. അല്ല, നിങ്ങൾ നമ്മുടെ നാട്ടിൽ എന്താഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നാട്ടുവട്ടത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,660 രൂപ, പവന് 1,17,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. PC വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ PC വിഷ്ണുനാഥ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. എൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നാൽ നിങ്ങൾ തിരുത്തണം. മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിക്ക് വിളംബര നാട് വരവേൽപ്പ് നൽകി. 5 വർഷം മുമ്പ് MLA ആയി ചുമതലയേറ്റ നാൾ മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നു. ഇപ്പോൾ കുണ്ടറയിലെ ജനങ്ങളുടെ അംഗീകാരമായി മന്ത്രിയായി. മന്ത്രിയാകുമ്പോൾ എൻ്റെ പെരുമാറ്റത്തിൽ പഴയതിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള മാറ്റം വന്നാൽ നിങ്ങൾ അത് തിരുത്തണം, എന്നോട് നേരിട്ട് പറയണമെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിയായ ശേഷം ആദ്യമായി നിയോജക മണ്ഡലത്തിലെത്തിയ PC വിഷ്ണുനാഥ് നാട് നൽകിയ വരവേൽപ്പിന് നന്ദി പറയുകയായിരുന്നു. തഴുത്തല, കണ്ണനല്ലൂർ, കുരീപ്പള്ളി, മൊയ്തീൻമുക്ക്, പെരുമ്പുഴ, ആശുപത്രിമുക്ക്, മുക്കട വഴി ഇളമ്പള്ളൂർ വിളംബര സ്മാരകത്തിലെത്തി ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, കൺവീനർ G വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, രാജു പണിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ എന്നിവർ പങ്കെടുത്തു. അത് ശരിയാകില്ല എന്ന് UDFിന്റെ നേതൃത്വത്തിന് മനസ്സിലായതുകൊണ്ടാണ് ശ്രീ VD സതീശന്റെ മന്ത്രിസഭയിലേക്ക് പാർട്ടിയും മുന്നണിയും മുഖ്യമന്ത്രിയും എന്നെ നിയോഗിച്ചത്.
ഇനിയാണ് നമ്മുടെ ശരിയായ ഉത്തരവാദിത്വം തുടങ്ങുന്നത്. ആ ഉത്തരവാദിത്വം ഈ നാടിൻ്റെ നന്മയ്ക്കായി ജനങ്ങളോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി തുടങ്ങി വെച്ച കാര്യങ്ങൾ, കുണ്ടറയിലെ പള്ളിമുക്ക് മേൽപ്പാലത്തിൻ്റെ സാമൂഹ്യാഘാത പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കാലത്ത് ചോദിച്ചു, വെറുതെ MLA പറഞ്ഞതാണ്, ഫ്ലക്സിലാണ്, റീലിലാണ് എന്ന് പറയുന്നവർ ഇപ്പോൾ അതിൻ്റെ സാമൂഹ്യാഘാത പഠനം നടക്കുകയാണ്. സാമൂഹ്യാഘാത പഠനം നടന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള നടപടികളിലേക്ക് കടന്ന് നഷ്ടപരിഹാര തുക വിതരണം ചെയ്ത് പാലത്തിന് നിർമ്മാണം ആരംഭിക്കും. അതടക്കം നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പിന്തുണയുണ്ടാകണം. ഞാൻ MLA ആയിരുന്നു, മന്ത്രിയായെങ്കിലും ഞാൻ 2021 ഇവിടെ MLA ആകുന്നതിന് മുമ്പ് വന്നത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഞാൻ. എനിക്കത് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെ വല്ല മാറ്റവും ഉണ്ടാകുന്നതായിട്ട് തോന്നിയാൽ വേറെ ആരോടും പറയരുത്, നേരെ വന്ന് എന്നോട് തന്നെ പറയണം. നേരെ വന്ന് എന്നോട് തന്നെ പറയണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ പിന്തുണയ്ക്ക് പലരും സത്യപ്രതിജ്ഞയ്ക്ക് വന്നിട്ട് അകത്ത് പോലും കയറാൻ പറ്റിയില്ല. കാരണം ഞാൻ 7 മണിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അവിടെ ചെന്നപ്പോൾ 5 മണിക്ക് ആൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. അത് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിന് നൽകിയ പിന്തുണയുടെ ഒരു സൂചന കൂടിയാണ്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് ചെറുമൂട്ടിൽ CPIയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടന്നു. പ്രകടനത്തിന് R. സേതുനാഥ്, ഷംലാൽ, J. ജോൺസൺ, G. സോമരാജൻ, ബിന്ദുമോൾ, KS ശ്രീജിത്ത്, S. സദാശിവൻ നായർ, R. സുകുമാരപിള്ള, ജോണി, യേശുദാസൻ, ഷാജഹാൻ, ബഷീർ, രാധാകൃഷ്ണൻ, S. മണികണ്ഠൻ, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. കുണ്ടറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് ST അഭിലാഷ്, R. ഷംനാൽ, R. ഓമനക്കുട്ടൻപിള്ള, S. സന്തോഷ്, R. വേണുഗോപാൽ, ജെറോം, ബൈജു കരീം, തോമസ് പണിക്കർ, സൈഫുദ്ദീൻ, ശിവശങ്കരൻ ഉണ്ണിത്താൻ, പ്രേംകുമാർ, വിഷ്ണു, അദ്വൈത്, മണികണ്ഠൻ, വേണു എന്നിവർ നേതൃത്വം നൽകി. യോഗം CPI മണ്ഡലം സെക്രട്ടറി R. സേതുനാഥ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. പേരയം ദേശാഭിവർത്തിനി യുവജന സമാജം ഗ്രന്ഥശാലയിൽ കുട്ടികൾക്കായി അവധിക്കാല പഠന ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് റോജിൻ തോമസ് നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് D. സുന്ദുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീരാജ്, സുരേഷ്, സുലതമ്മ, ബിന്ദു, ആദ്യകൃഷ്ണ,
ശ്രീയേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വിമുക്തി കോർഡിനേറ്റർ അരവിന്ദ് ഘോഷ്, വൈദ്യുതി സുരക്ഷയ്ക്കായി അഭിലാഷ്, സ്മാർട്ട് ഫോൺ അഡീഷൻ സംബന്ധിച്ച് ഹൈമ, മജീഷ്യൻ അജയ് ബി കൈരളി, മിമിക്രി കലാകാരൻ ജോസഫ് വിൽസൺ, എസ് ജോസ് പ്രകാശ്, നാടകപ്രവർത്തകൻ ആർ തുളസി എന്നിവർ ക്ലാസുകളെടുത്തു. സമാപന സമ്മേളനം ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പള്ളിമൺ പ്രേംഷാജ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം വിതരണം ചെയ്തു. കുഞ്ഞികൃഷ്ണപിള്ള, പഞ്ചായത്ത് അംഗം പി രമേശ് കുമാർ, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജെ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കേരയിൽ ബാധിതർക്ക് ആശ്വാസമായി സർക്കാരിൻ്റെ പ്രഖ്യാപനം. കേരയിൽ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും ആത്മഹത്യ ഭീഷണി ഉൾപ്പെടെയുള്ള നടന്ന സ്ഥലമായിരുന്നു കുണ്ടറ ഉൾപ്പെടെ. വലിയ ജനാവലി അതിനെതിരായ സമരത്തിൽ ഉറച്ചു നിന്നിരുന്നു. കൊറ്റങ്കരയാണ് ഇതിൻ്റെ ഒരു പ്രധാന സ്ഥലമായി ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വാർഡ് മെമ്പർ സജീവ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. കേരയിൽ പദ്ധതി UDF സർക്കാർ റദ്ദാക്കിയപ്പോൾ തിരിച്ചു കിട്ടിയത് മിച്ചഭൂമിയിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ജീവിതമാണ്. കൊറ്റങ്കര പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട മുത്തങ്ങാമുക്ക്, ഞെട്ടയിൽ മുതൽ കോവിൽമുക്ക് വഴി ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ കൂടി കടന്നു പോകുന്ന ഈ പാതയിൽ നിരവധി ഉന്നതികളും നെൽപ്പാടങ്ങളും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 40ഓളം ഉന്നതി നിവാസികൾ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ 200ഓളം കുടുംബങ്ങളുടെ മേലാണ് പദ്ധതിയുടെ കെടുതി പതിച്ചത്. അവരിൽപ്പെട്ടവരുടെ ജീവിതവും വാസസ്ഥലവും വീണ്ടെടുത്ത് തന്ന പുതിയ തീരുമാനം എൻ്റെ വോട്ടർമാർക്ക് പുതുജീവനാണ് നൽകുന്നതെന്ന് സജീവ് പറഞ്ഞു. കേരയിൽ സിൽവർ ലൈൻ റദ്ദാക്കിയത് മനുഷ്യത്വപരമെന്ന് കേരയിൽ വിരുദ്ധ സമരസമിതി ജില്ലാ കൺവീനർ ജി രാമചന്ദ്രൻ. കേരയിൽ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ UDF സർക്കാരിൻ്റെ നടപടി മനുഷ്യത്വപരവും നിരവധി ജീവിതങ്ങൾക്ക് ആശ്വാസവുമാണ്. പദ്ധതിക്കെതിരെ രാഷ്ട്രീയത്തിനും ജാതിക്കും പ്രാദേശിക ചിന്തകൾക്കുമൊക്കെ എതിരെ കേരളത്തിൽ ജനാധിപത്യ വിശ്വാസികൾ ഉജ്ജ്വല പോരാട്ടമാണ് നടത്തിയത്. പദ്ധതി റദ്ദാക്കിയ VD സതീശൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. എല്ലാ ജനാധിപത്യ സങ്കല്പങ്ങളെയും കാറ്റിൽ പറത്തി 10,000ങ്ങളെ കുടിയൊഴിപ്പിക്കുകയും പള്ളികളും പള്ളിക്കൂടങ്ങളും ആരാധനാലയങ്ങളും തകർത്തും കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് തകിടം മറിച്ചും മുൻ LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതി കഴിഞ്ഞ 5.5 വർഷമായി നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണിത്. കേരയിൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത സാധാരണക്കാരെയും ഇരകളെയും പോലീസിനെ ഉപയോഗിച്ച് മൃഗീയമായി നേരിട്ടത് മാർക്സിസത്തിന് തന്നെ കളങ്കം ചാർത്തുന്നു. പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷികം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളവന യൂണിറ്റ് വാർഷികവും പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ S.J. ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആന്റണി പാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ട്രഷറർ N. അനിൽകുമാർ, മുൻ യൂണിറ്റ് പ്രസിഡന്റ് G. രാമചന്ദ്രൻപിള്ള, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് T. ഫിലിപ്പോസ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പി രാജേന്ദ്രൻ നായർ പ്രസിഡന്റ്, P. കുഞ്ഞുമോൻ ജനറൽ സെക്രട്ടറി, M. സുരേന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 29 ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രങ്ങളെല്ലാം നിങ്ങളൊന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.